യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വൈദിക പരിശീലനത്തിൻ്റെ അവസാന ഘട്ടമായ ദൈവശാസ്ത്ര പഠനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ വിഷയത്തിൽ ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങൾ കൂടെ അവശേഷിക്കുന്നുണ്ട്. നമ്മൾ അത് ചർച്ച ചെയ്തതിന് ശേഷം മറ്റൊരു വിഷയമായ സമർപ്പണ ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ കാര്യങ്ങൾ നമ്മളോടുകൂടെ പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചത് ആധ്യാത്മികപരവും അജപാലനപരവുമായ വളർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. നമ്മൾ വൈദിക പരിശീലനം സെമിനാരിയിൽ നടക്കുന്നുണ്ട്, അതിനുശേഷം റീജൻസി പോകുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഈ വൈദിക പരിശീലനത്തിൻ്റെ ഒരു സപ്പോർട്ടെല്ലാം ഉണ്ട്. പക്ഷേ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വൈദികാർത്ഥിയുടെ മാതാപിതാക്കന്മാരും കുടുംബക്കാർക്കുമൊക്കെ ഒരു വലിയ റോളില്ലേ ഇവരുടെ ഈ വളർച്ചയിൽ, ഈ പരിശീലനത്തിൽ? അതിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താ? വൈദിക പരിശീലന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വൈദിക വിദ്യാർത്ഥിക്ക് തന്നെയാണ്. ശരിയായ ഒരു വൈദികനായിട്ട് മാറണം എന്നുള്ളൊരാഗ്രഹം ആ വൈദിക വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. അതനുസരിച്ച് വൈദിക പരിശീലനത്തെ കാണാനായിട്ടും അതിന് സഹായകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാനായിട്ടും വൈദിക വിദ്യാർത്ഥി തയ്യാറാകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ഈ രണ്ടാമത്, വൈദിക പരിശീലനത്തിൽ സഹായിക്കുന്ന വൈദികരുണ്ട്. അവരെ പഠിപ്പിക്കുന്നവരുണ്ടാകും, ആധ്യാത്മിക നിയന്താക്കളുണ്ട്. അതുപോലെ സെമിനാരിയിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവരെ സഹായിക്കാനായിട്ട് നിയുക്തരാക്കപ്പെട്ടവരെല്ലാം വൈദിക പരിശീലനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ്. അപ്പോൾ ഈ സാറിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ്. വൈദിക പരിശീലനത്തിൽ വൈദിക വിദ്യാർത്ഥിയുടെ മാതാപിതാക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും പങ്ക് എന്ന് പറയുന്നത്. അപ്പം തങ്ങളുടെ ഒരു മകനെ വൈദികനാകാനായിട്ട് വൈദിക പരിശീലന കേന്ദ്രത്തിലേക്ക്, സെമിനാരിയിലേക്ക് വിട്ടു. നീണ്ട 12 വർഷങ്ങളുടെ പരിശീലന കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിൽ വൈദികൻ വിളിയിൽ നിലനിൽക്കുവാനും വളരുവാനും ഉള്ളൊരു സാഹചര്യം, അതിനുള്ളൊരു പ്രോത്സാഹനം ഈ മാതാപിതാക്കന്മാരും മറ്റ് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളും നൽകേണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വൈദിക വിദ്യാർത്ഥിയായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിക്കുന്ന ആ സമയം മുതൽ അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട്, വൈദികനായിട്ട് തീർന്നതിന് ശേഷവും പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. നല്ല വൈദികനായി തീരാനായിട്ട്, നല്ല വൈദികനായി ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ ഈ വൈദിക വിളി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അവധിക്കാലത്തൊക്കെ വീട്ടിലേക്ക് വരുന്നു. അവധിക്കാലത്ത് വീട്ടിൽ വരുമ്പോൾ അപ്പം അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഉദാഹരണമായിട്ട് കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം. ഒരു വൈദിക വിദ്യാർത്ഥി ആയിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് പോകുന്നു, ആ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം, അവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മാതൃകാപരമായിട്ട് ആ കുടുംബത്തിൽ ജീവിക്കാനായിട്ട് കൂടുതലൊരു ഉത്തരവാദിത്വമുണ്ട് ആ സമയത്ത്. കാരണം നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് ഒരു വൈദിക വിദ്യാർത്ഥി വരേണ്ടത്. ഇനി വൈദിക വിദ്യാർത്ഥിയായിട്ട് ഒരാൾ പോയി കഴിയുമ്പോൾ ആ കുടുംബത്തിലെ മാതാപിതാക്കന്മാർക്കും മറ്റു സഹോദരങ്ങൾക്കുമൊക്കെ മാതൃകാപരമായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അപ്പോൾ ആ ഒരു അന്തരീക്ഷമാണ് ചിലപ്പോഴെങ്കിലും ചില വൈദിക വിദ്യാർത്ഥികൾ ഇടയ്ക്ക് പഠനം നിർത്തിയൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം വീട്ടിലെ അന്തരീക്ഷത്തിൽ ശരിയല്ല.
ചില പ്രയാസങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ എപ്പോഴും പ്രയാസങ്ങൾ കാണും. മാതാപിതാക്കന്മാർ പരസ്പരം സ്നേഹത്തിലല്ല ജീവിക്കുന്നത്, കുടുംബത്തിലൊരു സമാധാന അന്തരീക്ഷമില്ല. അങ്ങനെയുള്ള ഒരു വൈദിക വിദ്യാർത്ഥി ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ സെമിനാരി വന്നു കഴിയുമ്പോൾ ഈ പഠന കാര്യങ്ങളിലോ ആധ്യാത്മിക കാര്യങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കില്ല. കാരണം മാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും ഇദ്ദേഹത്തെയും ബാധിക്കും, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം, അത് നല്ലൊരു അന്തരീക്ഷമായി ഇരിക്കാനായിട്ട് കുടുംബാംഗങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് പലപ്പോഴും മാതാപിതാക്കന്മാർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും ഒക്കെ മറക്കുകയാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ എപ്പോഴും ആവലാതിയൊന്നും പറയാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ കുടുംബത്തിലെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഒരു തരം സംഘർഷത്തിലാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതും ഈ വൈദിക വിദ്യാർത്ഥിയെ ഞാൻ മുന്നോട്ട് പോകണമോ എന്ന് സംശയിക്കാനായിട്ട് ഇടം നൽകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അന്തരീക്ഷം വളരെ മാതാപിതാക്കന്മാർ മറ്റു കുടുംബാംഗങ്ങളുമൊക്കെ ഈ ദൈവവിളി പ്രോത്സാഹിപ്പിക്കാനായിട്ട്, അതിൽ വളരാനായിട്ട്, അതിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ളൊരു അവസരം കൂടി, ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് മാതാപിതാക്കന്മാർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ ഒരു മകനെ ഈ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ, വിട്ടു തന്നല്ലോ എന്നുള്ളതിന് അപ്പുറം അതൊരു തുടക്കം മാത്രമാണെന്നുള്ള ചിന്ത അല്ല, അത് അവസാനിച്ചു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അല്ല, ഉത്തരവാദിത്വം തീരുന്നില്ല. കൊടുത്തതുകൊണ്ടായില്ല, ഇത് അവിടെ സ്ഥാനം വരെ എത്തിക്കാനും നിലനിൽപ്പ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് മറ്റൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ അച്ഛൻ പറഞ്ഞു നമുക്കറിയാം 10-12 വർഷത്തെ വളരെ കർക്കശമായും പ്രാർത്ഥനയൊക്കെ ഒരുപാട് പരിശീലനം എല്ലാം കഴിഞ്ഞ് പൗരോഹിത്യ സ്വീകരിച്ച ശേഷം, ഇപ്പോൾ പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ദൈവവിളി ഉപേക്ഷിച്ചു പോകുന്ന ആളുകളുണ്ട്. അതിനുശേഷം പൗരോഹിത്യ ജീവിതത്തിൽ ഇടയ്ക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൗരോഹിത്യ ജീവിതം ഉപേക്ഷിച്ചു പോകുന്ന ധാരാളം സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യം? എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അച്ഛൻ്റെ വിലയിരുത്തൽ? വൈദിക പരിശീലന കാലഘട്ടത്തിൽ തിരിച്ച് വീടുകളിലേക്ക് പഠനമൊക്കെ അവസാനിപ്പിച്ച് പോകുന്ന ആളുകൾ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ കാലയളവിൽ പ്രാർത്ഥനാപൂർവം ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ്. തനിക്ക് പൗരോഹിത്യത്തിലേക്കുള്ള വിളിയുണ്ടോ എന്ന് പരിശോധിച്ചറിയുവാനും, അതുപോലെ ഈ വൈദിക വിദ്യാർത്ഥിക്ക് പൗരോഹിത്യത്തിലേക്ക് ഉള്ള വിളിയുണ്ടോ എന്ന് അധികാരികൾക്ക് ഡിസേൺ ചെയ്യാനായിട്ട് വിവേചിച്ചറിയാനുമായിട്ടുള്ളൊരു അവസരമാണ്. അപ്പോൾ സ്വയം പിന്മാറുകയോ അല്ലെങ്കിൽ ദൈവവിളി ഇല്ല എന്ന് തോന്നുമ്പോഴെന്ന് ഉള്ള ഒരു ബോധ്യം അധികാരികൾക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്ത് തിരിച്ചു പോകുന്നവരുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി സാറ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം ചുരുക്കമായിട്ടെങ്കിലും ചിലർ പോകുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്നൊരു കാര്യമാണത്. അപ്പോൾ അത് എന്തുകൊണ്ട് ഈ 12 വർഷത്തെ പരിശീലനത്തിനിടയിൽ ഉള്ള ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലുള്ള പൗരോഹിത്യ സ്വീകരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ല. കാരണം എപ്പോഴും അയാളുടെ ചിന്ത, അയാളുടെ ബോധ്യങ്ങൾ, അയാളുടെ സമീപനങ്ങളൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മാറാം ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്, ഒരു വിശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യന് ഇന്നിപ്പം വിശുദ്ധിയിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുള്ളൊരു മനുഷ്യന് അയാൾക്കും ബോധ്യമുണ്ട്. അയാൾക്ക് അടുത്ത നിമിഷം അല്ലെങ്കിൽ ഭാവിയിൽ ആ വിശുദ്ധിയിൽ നിന്നൊക്കെ മാറി ഒരു തിന്മയിലേക്ക് കടന്നു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തിന്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അയാൾ അവസാനം വരെ ഈ തിന്മയിലായിരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അയാൾ വിശുദ്ധനായിട്ട് മാറാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം അതിൻ്റെ പൂർണ്ണതയിലായി എന്ന് നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പൗരോഹിത്യം എല്ലാവരുടെയും ധാരണ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
വൈദിക പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ വൈദികനായി അഭിഷിക്തനായി കഴിഞ്ഞാൽ പിന്നെ ഒരു തുടർ പരിശീലനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ്. വാസ്തവത്തിൽ വൈദികനായി തീർന്നതിന് ശേഷവും ഒരു തുടർ പരിശീലനം ഉണ്ട്. അത് സഭ അങ്ങനെയുള്ളൊരു തുടർ പരിശീലനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പരിശീലനം സെമിനാരി പോലെയുള്ളൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനമല്ല. ആ പരിശീലനം എന്ന് പറയുന്നത് അപ്പം ഒരു വിശാലമായിട്ടുള്ളൊരു ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഇറങ്ങിത്തിരിക്കുന്ന പുരോഹിതനായിട്ട് മാറുന്ന ആ വ്യക്തിക്ക് അവൻ തന്നെ അവൻ്റെ ജീവിതത്തിന് ഒരു ക്രമം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സെമിനാരിയുടെ ഒരു അന്തരീക്ഷമല്ല എങ്കിൽ പോലും ഒരു വൈദികന് ആവശ്യം വേണ്ട പ്രാർത്ഥന, പക്വമായിട്ടുള്ള ഈ പറയുന്ന മറ്റുള്ളവരോടുള്ളതും സംഭവങ്ങളോടും വ്യക്തികളോടും ഒക്കെയുള്ള പക്വമായിട്ടുള്ള സമീപനങ്ങൾ, അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിലാണ് ഓർക്കണം. വൈദികർ തങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, തങ്ങളുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്ന ആളുകളില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് തൻ്റെ ചിന്തകളും തൻ്റെ പ്രവർത്തനങ്ങളും തൻ്റെ വാക്കുകളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കത്തക്ക വിധത്തിലുള്ള ഒരു തുടർ പരിശീലനം വാസ്തവത്തിൽ ഓരോ വ്യക്തിയും വൈദികനായിത്തീരുന്ന ഒരു വ്യക്തിക്കും വേണ്ടതാണ്. അപ്പോൾ ആ വ്യക്തി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വീഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ, പുറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ലോകത്തോടടുക്കുന്നു, പിന്നെ ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു, ചെയ്യുന്ന മിനിസ്ട്രി പൗരോഹിത്യ ശുശ്രൂഷ ചിലപ്പോഴും യാന്ത്രികമായിട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തോട് അടുത്ത് നിന്നുകൊണ്ടുള്ള, ദൈവത്തോട് ഐക്യപ്പെട്ട് നിന്നുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ്. തന്നോടുകൂടി ആയിരിക്കുവാനും ഐക്യപ്പെടുവാനും വേണ്ടിയാണ് ശിഷ്യരെ വിളിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വേണം. അപ്പോൾ ഇതിലൊരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുതന്നെ പറയുന്നത് തുടർ പരിശീലനം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അത് വ്യക്തി തന്നെ പ്രധാനമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. അതിലൊരു വീഴ്ച വരുന്നു, പ്രാർത്ഥനാ ജീവിതത്തിൽ വീഴ്ച വരുന്നു. എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് സെമിനാരിയിൽ, അതായത് നമ്മുടെ മനസാക്ഷി ആത്മശോധന, ആത്മപരിശോധന. അപ്പം തൻ്റെ ഓരോ ദിവസത്തെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ, തീക്ഷ്ണതാപൂർവമാണോ താൻ ഇന്നത്തെ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത് എന്നുള്ളതിനെക്കുറിച്ച്, തൻ്റെ ഇടപെടലുകൾ എന്തെങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാനായിട്ടുമൊക്കെ ഒരു മനുഷ്യൻ മണിയടിച്ചില്ലെങ്കിൽ പോലും, അതിനുള്ള മണിയടിയില്ലെങ്കിൽ പോലും അത് സ്വയം ചിന്തിക്കാനായിട്ടുള്ള ഒരു സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ബൈബിൾ വായന, സെമിനാരിയിലൊക്കെ കൃത്യമായിട്ടുള്ള സമയമൊക്കെ കാണും. പക്ഷേ ഇത് ആവശ്യമാണ്. ഒന്ന്, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ആരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നുവോ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ആര് സ്വീകരിക്കുന്നുവോ, പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിക്കുന്നുവോ, ആ ആളുകളും അങ്ങനെ സ്വീകരിക്കുന്നവരും ഇദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്, ഒരു ശരിയായിട്ടുള്ള കാഴ്ചപ്പാടും വേണ്ടതാണ്. അപ്പം തങ്ങൾക്ക് വേണ്ടി നിയുക്തനാക്കപ്പെട്ടവനാണ് ഈ പുരോഹിതൻ ആത്മീയ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി, സന്തോഷത്തോടു കൂടി ഒരു ശുശ്രൂഷ നിർവഹിക്കാനായിട്ടുള്ള സാഹചര്യം കൂടി ഈ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സ്വീകരിക്കുന്നവർ നൽകേണ്ടതായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ. അതായത് ഉദാഹരണമായിട്ട് എന്തിനും ഏതിനും ക്രിട്ടിസൈസ് ചെയ്യുക. ഇപ്പം ഒരു പുരോഹിതൻ്റെ പ്രവൃത്തി, മനുഷ്യരാണ്, ഏതെങ്കിലും തരത്തിലൊരു എന്തെങ്കിലും ഒരു ഇടവക സമൂഹത്തിൻ്റെ തന്നെ അംഗീകാരത്തോടു കൂടി തന്നെ ചെയ്യുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയായിരിക്കാം, അതിലൊരു വീഴ്ച വന്നിട്ടുണ്ടാകാം ചിലപ്പോൾ. അപ്പോൾ അന്നേരം തന്നെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്, വിമർശിക്കാനായിട്ട് ഒക്കെ വരുമ്പോഴത്തേക്ക്, അങ്ങനെ വിമർശനം കടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളില്ലാതെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു വിമിഷ്ടം, ഒരു പ്രയാസമൊക്കെ തോന്നാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം പുരോഹിതനും മനുഷ്യനാണെന്നുള്ള നിലയിൽ ചിലപ്പോഴെങ്കിലും ചില വീഴ്ചകളൊക്കെ സംഭവിക്കാം. അപ്പോൾ അദ്ദേഹത്തെ അത് തിരുത്തേണ്ടതാണെങ്കിൽ സ്നേഹപൂർവ്വം തിരുത്താനായിട്ടും അത് വീണ്ടും നന്മയിലേക്ക് വരാനായിട്ടും ഒക്കെ ഉള്ളൊരു സാഹചര്യം നോക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത് പ്രോത്സാഹിപ്പിക്കണം. തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനിവിടെ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ഈ ഇവരുടെ ഇടയിൽ നിന്നും, ഈ ആരുടെ ഇടയിൽ സ്വീകരിക്കുന്നുവോ, ആര് ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സ്വീകരിക്കുന്നുവോ അവരുടെ ഭാഗത്തുനിന്ന് വേണ്ടതാണ്. പിന്നീട് വേറെ ചില കാര്യങ്ങൾ ചിലർ പറയുന്ന അധികാരികൾ മനസ്സിലാക്കുന്നതിലുള്ള ഒരു പരാജയം അധികാരികൾക്ക്, അതൊക്കെ ചുരുക്കമായിട്ടൊക്കെ സംഭവിക്കാം ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അധികാരികൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല, തെറ്റിദ്ധരിക്കുന്നു.
അപ്പോൾ അതിങ്ങനെ അടുപ്പിച്ച് ചില വർഷങ്ങളിൽ ഇങ്ങനെയുള്ള തിരുത്തലുകൾ സംഭവിക്കുന്നു, സ്ഥലം മാറ്റം ഇങ്ങനെ തരുന്നു, അതൊരു ശിക്ഷ നടപടിയായിട്ടൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെ അധികാരികളും ഈ വൈദികരും അധികാരികളും തമ്മിലുള്ള ബന്ധത്തിലുള്ള ചില കുറവുകളും ഒരു പക്ഷേ ഒരു മനുഷ്യനെ സമ്മർദ്ദത്തിൽ ആക്കിയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സന്യാസ വൈദികനായിക്കൊള്ളട്ടെ, ഇടവക വൈദികരായിക്കൊള്ളട്ടെ, അവരും അവരുടെ അധികാരികളും തമ്മിൽ ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു പിതൃപുത്ര ബന്ധം ആവശ്യമാണ് ഈ മിനിസ്ട്രിയിൽ സന്തോഷത്തോടു കൂടി ഭാരമില്ലാതെ പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ പക്വമായിട്ടുള്ള വൈദികനെ സംബന്ധിച്ചിടത്തോളം സന്യാസ വൈദികനായിട്ടുള്ള പുരോഹിത രൂപതാ വൈദികനായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു പക്വമായിട്ടുള്ള സമീപനം എപ്പോഴും ഒരു മച്യൂരിറ്റി എന്ന് പറയുന്ന സൈക്കോളജിക്കൽ മാനസിക പക്വതയും വേണം ഒരു കാര്യമാണ്. പ്രൂഡൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഈ ഞാൻ ആരെന്നും താൻ ആരെന്നും തൻ്റെ വിളി എന്തെന്നും തനിക്ക് ഏതൊക്കെ തന്നിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് താൻ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ബോധ്യമുണ്ട്. അപ്പം നമ്മൾ ചിലപ്പം പറയും എൻ്റെ മനസ്സാക്ഷിയിൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ മനസ്സാക്ഷി അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മാത്രം പോരാ. നമ്മുടെ മനസ്സാക്ഷി പക്വമായിട്ടുള്ള ഫോംഡ് ആയിട്ടുള്ള ക്രൈസ്തവ മനസ്സാക്ഷി ആയിരിക്കണം ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പുരോഹിതൻ ഒരു പബ്ലിക് പേഴ്സണാണ്. അപ്പം മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ അതുകൊണ്ട് വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചിലപ്പം വിവേകമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമൊക്കെ വരുന്നു, അത് വിമർശനത്തിലേക്ക് വഴിതെളിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ പക്വമല്ലാത്ത ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ പോകും, എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ള ഒരു ഇതിലേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പൗരോഹിത്യ ജീവിതത്തിൽ നിന്നൊക്കെ യഥാർത്ഥ പൗരോഹിത്യ ജീവിതത്തിൽ നിന്നൊക്കെ കുറച്ചുകൂടെയൊക്കെ അകന്നു പോകാൻ ഇടയുണ്ട്. അതൊക്കെ ഒരു ഇതിലേക്ക് പോകാനായിട്ട് ഇടയാകുന്ന കാരണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആരംഭം മുതൽ അതിനോട് ചേർന്ന് പോയിരുന്ന ഒരു വൈദികനെ അറിയാം. അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള ഒരു വൈദികനായിരുന്നു. പക്ഷേ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നത് കൊണ്ട് കൂടെയുള്ള രൂപതയിലുള്ളൊരു വൈദികനാണ്. രൂപതയിലുള്ള ഒരുപാട് വൈദികർ അദ്ദേഹത്തെ പുച്ഛിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ മാറ്റി നിർത്തുക, അംഗീകരിക്കാതിരിക്കുക എന്നുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നപ്പോൾ പൗരോഹിത്യത്തിൻ്റെ 50ാമത്തെ വർഷത്തിൽ അദ്ദേഹം പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയി ഒരു പെന്തക്കോസ്ത സഭയിൽ പോയി സ്നാനപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ള സഹോദരന്മാരായ വൈദികരുടെ ഒരു സ്നേഹമില്ലാത്ത പെരുമാറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹമായിട്ട് ഒരുപാട് വർഷങ്ങൾ ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ആ ഒരു മേഖലയും നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും വൈദിക സാഹോദര്യം, ഒരു പ്രീസ്റ്റ്ലി ഫ്രറ്റേണിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കാരണം ഇവർ എല്ലാവരും ഒരുമിച്ച് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളാണ്. ഒരാൾ തന്നെ വിളിച്ചു, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ. അപ്പോൾ അവരുടെ ഇടയിലൊരു സാഹോദര്യം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്, പൗരോഹിത്യ കൂട്ടായ്മ ആവശ്യമുണ്ട്. അപ്പം പുരോഹിതർ തന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സെമിനാരിയിൽ മാത്രമല്ല ആധ്യാത്മിക നേതാക്കൾ വേണ്ടത്. ആധ്യാത്മിക നേതാക്കൾ വൈദിക പരിശീലനം കഴിഞ്ഞിട്ട് വൈദികനായി തീർന്നു കഴിഞ്ഞിട്ടും ഈ ഓരോ വൈദികനും ഒരു ആധ്യാത്മിക നേതാവ് സ്വയം സ്വീകരിച്ച് ഒരു ആധ്യാത്മിക നേതാവിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏതായാലും വൈദികരുടെ പരികർമ്മം ചെയ്യേണ്ടതാണ് കുമ്പസാരം എന്ന കുദാശ. അപ്പോൾ ആ നിലയ്ക്ക് ഈ വൈദികർ തന്നെ സ്വയം ഈ കുമ്പസാരം എന്ന കുദാശയ്ക്ക് അണയേണ്ടതല്ലേ? ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ചില അവസരങ്ങളിലൊക്കെ അതിൻ്റെ ഒരു അഭാവവും ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഴ്ചയിലേക്ക് വരില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് അതേക്കുറിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വൈദികര സമയങ്ങളിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ എന്നൊക്കെയുള്ളൊരു
ഒരു ട്രഡീഷനുണ്ട്. അതനുസരിച്ചല്ലേ മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്ന വൈദികരാണുള്ളത് കണ്ടിരിക്കുന്നത്. മറ്റേത് എനിക്ക് അതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. അതാണ് ആത്മപരിശോധന എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച്. കുമ്പസാരം എന്ന കുദാശയുടെ സ്വീകരണം അത് എല്ലാവർക്കും, പ്രത്യേകിച്ച് വൈദികരായിട്ടുള്ള ആളുകൾക്ക്, ഇത് ആ ഒരു കാര്യത്തിൽ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ആളുകൾ, ഒരു വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കേണ്ട ആളുകളാണ്. മനുഷ്യരെന്നുള്ള നിലയിൽ ചില വീഴ്ചകളുണ്ടാകാം. അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപവചനം സ്വീകരിക്കേണ്ടവരാണ്. അവസാനത്തെ ഒരു ചോദ്യം, ഇതൊരു വ്യക്തിപരമായ അച്ഛനോടുള്ള ചോദ്യമാണ്. അച്ഛൻ കേരളത്തിലും കേരളത്തിന് വെളിയിലുമൊക്കെ ഒരുപാട് വർഷങ്ങളായി വൈദിക പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഇന്നത്തെ നിലയിലെ വൈദിക പരിശീലനത്തെക്കുറിച്ച് അച്ഛൻ്റെ വിലയിരുത്തൽ എന്താണ്? അച്ഛൻ ആ കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തനാണോ? എന്താണ് ഇതിൻ്റെ അകത്ത് ഈ എന്തെങ്കിലും വ്യക്തമായ മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ എൻ്റെയും പിന്നെ ഈ വൈദിക പരിശീലനത്തിൽ ഇടപെടുന്ന വൈദികരുടെ അഭിപ്രായത്തിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, വൈദിക പഠനത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മൈനർ സെമിനറി, ഫിലോസഫി, റീജൻസി, ദൈവശാസ്ത്ര പഠനം, ഇങ്ങനെ 10-12 വർഷത്തെ നീണ്ട പരിശീലന കാലഘട്ടമാണ്. അപ്പോൾ ഈ വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങൾ തമ്മിലുള്ള ഒരു ഏകീകരണത്തിൻ്റെ കുറവ് ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈനർ സെമിനാരിയിൽ ഉള്ള പരിശീലനത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഈ പറയുന്ന ഫിലോസഫിയിൽ, അതിൻ്റെ തുടർച്ചയാണ് റീജൻസി പീരീഡ്, അതിൻ്റെ തുടർച്ചയാണ് ദൈവശാസ്ത്ര പഠനം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തുടർച്ച, പരിശീലനത്തിൻ്റെ തുടർച്ച. പക്ഷേ ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സഭയിൽ ക്രിസ്തുവിൻ്റെ നല്ല പുരോഹിതരെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു പുരോഹിതരാകാനായിട്ട് ഇവരെ പരിശീലിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഒക്കെ ഇങ്ങനെയൊരു പൊതുവായിട്ടുള്ള ധാരണയുണ്ട്, പൊതുവായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശമുണ്ട്. എങ്ങനെയുള്ള ഒരു പുരോഹിതരെയാണ് സഭയ്ക്ക് വേണ്ടത്, അതിനനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക പരിശീലന കാലഘട്ടത്തിൽ, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ഓരോ കാലഘട്ടത്തിലും ഓരോ വൈദിക പരിശീലന ഘട്ടത്തിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ചിലപ്പം ചില കാര്യങ്ങളിൽ പ്രയോറിറ്റി കാണുമായിരിക്കും. ഉദാഹരണമായിട്ട് ചിലപ്പോൾ നല്ല പ്രാസംഗികരായിട്ടുള്ള സുവിശേഷ പ്രസംഗകരായിട്ടുള്ള വൈദികരെയാണ് സഭയ്ക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കി എന്ന് ചിന്തിച്ചുകൊണ്ട് അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ കാണും. ഈ പരിശീലന ഘട്ടത്തിൽ അതിന് എംഫസൈസ് കൊടുക്കുന്നവർ കാണും. ഇപ്പം ചില ആളുകൾ ചിലപ്പോൾ ഇത് സഭയ്ക്കിപ്പം ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് പരസ്നേഹ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ദൈവശാസ്ത്ര പഠനകാലത്തൊക്കെ സെമിനാരിക്കാർ പരസ്നേഹ പ്രവർത്തനങ്ങൾക്ക് അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അത് അങ്ങനെ ചിലപ്പോഴും സംഭവിക്കാം ഒരു കാര്യം. പക്ഷേ അതിലുപരിയായിട്ട് നമുക്ക് വേണ്ടത് എങ്ങനെയുള്ള പരസ്നേഹ പ്രവർത്തനം ആവശ്യമാണ്. അതുപോലെ തന്നെ സുവിശേഷ പ്രസംഗം ഇതിൻ്റെ ഭാഗമാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു വൈദികർ അജപാലനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അപ്പോൾ ചില ഈക്വലായിട്ടുള്ള ഒരു പ്രാധാന്യം, തുല്യമായിട്ടുള്ള പ്രാധാന്യം ചിലപ്പം കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം ഉണ്ട്. അപ്പോൾ ഒരു കോഓർഡിനേഷൻ എപ്പോഴും ഈ പരിശീലന കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടതാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യത്തെക്കുറിച്ച്. പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന് പറയുന്നത്, ഈ വൈദിക പരിശീലന കാലഘട്ടത്തിൽ അതിനെ സഹായിക്കുന്ന വൈദികർ, അവരുടെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടാണ്. അവർ നിയോഗിക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. എക്സ്പേർട്സ് ആയിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പം തത്വശാസ്ത്ര പഠന സമയം, ദൈവശാസ്ത്ര പഠന സമയം, അപ്പോൾ ഇവരെ പഠിപ്പിക്കാനായിട്ട് നിയുക്തരാക്കുന്ന ആളുകൾ ഏത് വിഷയം അവർ പഠിപ്പിക്കുന്നുവോ ആ വിഷയത്തിലെ പ്രാവീണ്യമൊക്കെ അവർക്കുണ്ടാകണം. പക്ഷേ അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇൻസ്പയറിങ് ക്യാരക്ടറായിരിക്കണം. മറ്റുള്ളവർക്ക്, വൈദിക വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന, ഒരു പ്രചോദനം കൊടുക്കുന്ന, നല്ല വൈദികരായി തീരാൻ വേണ്ടി പോകുന്ന ഇവരെ സംബന്ധിച്ചുള്ളൊരു നല്ല മാതൃകകൾ നൽകുന്ന രീതിയിലുമൊക്കെ
ഉണ്ടാകുന്ന ഒരു അത് ഞാനിത് പൊതുവായിട്ട് പറഞ്ഞാൽ വല്ലപ്പോഴുമൊക്കെ അല്ലാതെ സംഭവിക്കുന്നതായിട്ട് ചിലയിടത്ത് കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പൊതുവേ നമ്മുടെ വൈദിക പരിശീലനം വളരെ നന്നായിട്ട് പോകുന്ന ഒരു ഇതാണ്. പരിശീലനത്തിൽ വൈദിക വിദ്യാർത്ഥികളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ സമയമായി അച്ഛൻ. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരുന്നത് വൈദിക പരിശീലനത്തിൻ്റെ അവസാന ഘട്ടമായ ദൈവശാസ്ത്ര പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട ചില കാര്യമായ സംശയങ്ങളും സംസാരിക്കുകയായിരുന്നു. ഇത്രയും സമയം ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.